പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് ഒരു പൊതുപരീക്ഷ ആരംഭിക്കുന്ന ദിവസമാണല്ലോ. SSLC പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒരു കഥ പറയാം. പരീക്ഷപ്പേടി. മോളെ, എന്തെങ്കിലും കഴിച്ചിട്ട് പോകൂ, പരീക്ഷ എഴുതാനുള്ളതല്ലേ, മിന്നി മാൻകുട്ടിയോട് അമ്മ പറഞ്ഞു. ആഹാരമൊന്നും കഴിച്ചിടാതെ പോകല്ലേ മോളെ പരീക്ഷയ്ക്കായി, ഏറെ വിശന്നു വലഞ്ഞിടുകിൽ ആകെ കുഴഞ്ഞിടും പൊന്നുമോളെ. മുത്തശ്ശിമാൻ പറഞ്ഞു. പാവം, അതിന് ഊണുമില്ല ഉറക്കമില്ല, പരീക്ഷാ ഭയം തന്നെ. മിന്നി അതൊന്നും കേൾക്കാതെ ഓടി. ആദ്യത്തെ പരീക്ഷയാണ്, പഠിച്ചതൊക്കെ ഓർമ്മ വരണേ എൻ്റെ മലമുത്തപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ പരീക്ഷാ ഹാളിലെത്തി. പരീക്ഷ നടത്തിപ്പിനായി വന്നിരിക്കുന്നത് കുരങ്ങൻമൂല സർക്കാർ സ്കൂളിലെ കുഞ്ഞിരാമൻ മാഷാണ്. ആള് നല്ല രസികനാണ്. കുട്ടികളുടെ കുളമ്പടയാളവും വിരലടയാളവും പതിപ്പിച്ച ശേഷം ചോദ്യപേപ്പർ കൊടുത്തു. ശ്വാസം പിടിച്ചിരിക്കുന്ന കുട്ടികളെ ചെറിയ തമാശകൾ പറഞ്ഞ് അദ്ദേഹം ചിരിപ്പിച്ചു. ഇന്ന് രാവിലെ പുട്ടാണോ കഴിച്ചത്? ചിമ്പുക്കുരങ്ങനോട് ചോദിച്ചു. അതെ, മാഷിനെങ്ങനെ മനസ്സിലായി? പരീക്ഷ ഹാളിൽ കയറിയും മുമ്പ് നല്ല തള്ളുന്ന കേട്ടു. മാഷിൻ്റെ മറുപടി കേട്ട് ഹാളിൽ ചിരി മുഴങ്ങി. ഏയ് മാൻകുട്ടി, താൻ കാലത്തൊന്നും കഴിച്ചില്ല അല്ലേ? അയ്യോ, മാഷിനെങ്ങനെ മനസ്സിലായി? ആകെ അവശയായിരിക്കുന്നത് കണ്ട് തോന്നിയതാണ്. ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടും ഉണ്ടാവില്ല അല്ലേ? നാളെ മുതൽ പരീക്ഷയ്ക്ക് വരും മുമ്പ് മര്യാദയ്ക്ക് ആഹാരം കഴിക്കണം, ആവശ്യത്തിനുള്ള ഉറക്കവും വേണം. വെറുതെ ആധി പിടിച്ച് പരീക്ഷ കുളമാക്കരുത്. പരീക്ഷ നമ്മെ വിഴുങ്ങിടുന്ന ഭൂതമല്ലെന്നു മനസ്സിലാക്കൂ. കൃത്യമായി പാഠം പഠിച്ചിടുക, ആഹാരം നന്നായി കഴിച്ചിടുക, ശാന്തമായി തെല്ലങ്ങുറങ്ങിടുക, സ്വസ്ഥമായി വന്നങ്ങെഴുതിടുക. മാഷ് എല്ലാവരോടുമായി പറഞ്ഞു. അപ്പോഴേക്കും അദ്ദേഹത്തിന് കുടിക്കാനുള്ള പഴച്ചാറുമായി പിങ്കി ചേച്ചി വന്നു. മാഷ് ആ പഴച്ചാറ് മിന്നിക്ക് കൊടുത്തു. അയ്യോ മാഷേ, എനിക്ക് വേണ്ട. പറ്റില്ല, പട്ടിണി ഇരുന്ന് പരീക്ഷ എഴുതിയാലേ ഉഴപ്പാവും, കുടിച്ചോളൂ. മാഷ് നിർബന്ധിച്ച് മിന്നിയെ പഴച്ചാറ് കുടിപ്പിച്ചു. മാഷിൻ്റെ നന്മ കണ്ട് പിങ്കി വീണ്ടും ഒരു പാത്രം പഴച്ചാറ് കൂടി കൊണ്ടുവന്നു. മാഷേ, ഞാനും പട്ടിണിയാ, എനിക്കും പഴച്ചാറ് തരില്ലേ? ഡിമ്പൻ കരടിക്കുട്ടൻ ചോദിച്ചു. നിന്നെ കണ്ടാലും പറയും ഒരാഴ്ചയായിട്ട് ഒന്നും കഴിച്ചില്ലെന്ന്. മാഷ് പറഞ്ഞത് കേട്ട് പരീക്ഷ ഹാളിൽ കൂട്ടച്ചിരി മുഴങ്ങി.